രാധികയെ ആരാണ് നോക്കിയേ? മോനായിരുന്നു. മോൻ ആരാണ്? ഇവരായിരുന്നു. എന്തായാലും എടുക്കാനൊക്കെ ഇത് നിന്നോട് ഞാൻ ഇന്ന് വരാനാണ് പറഞ്ഞേ. കുറച്ച് തിരക്കായി പോയി അമ്മായി, അതാ. ഒരാഴ്ച വരാൻ പറഞ്ഞിട്ട് അവൻ ഇപ്പോഴാണ് ചെയ്യുന്നത്. പിന്നല്ലേ അതുകൊണ്ട് എവിടെ കല്യാണ പെണ്ണ്? അവളവിടെ മുന്നിൽ കാണും. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. എടി ഇഷു, എന്ത് പറയാനാണ്, ബിസി ആയിപ്പോയി. അതുകൊണ്ട് 2 ദിവസം മുമ്പ് ഞാനും കൂടെ എത്തിയിടി. അതല്ല ജോയ ഇല്ലടി, ഞാൻ കണ്ടില്ല. താഴെ വന്ന അമ്മായിലെ അമ്മാവനെ കണ്ടിട്ട് നേരെ നിന്നെ കാണാൻ ഇങ്ങോട്ട് കയറി. ഓ, ഞാൻ അവളെ കണ്ടില്ല. ആദ്യം നിന്റെ കെട്ടൊന്നും കഴിഞ്ഞോട്ടെ, എന്നിട്ട് വേണം അമ്മാവനോട് നേരിട്ട് വന്ന് പെണ്ണ് ചോദിക്കാൻ. അതിനു മുമ്പ് അവളുടെ സമ്മതം എനിക്ക് കിട്ടണം. പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിലോ? ഇല്ല, നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്നവള് പറഞ്ഞിട്ടില്ല. കൊറേ പയ്യന്മാരൊക്കെ അവളുടെ പുറകെ നടക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ. വിട്ടു പോവും. എവിടെന്ന് അവൻ നിനക്കൊള്ളാനി അവളെ നിനക്ക് തന്നെ കിട്ടും. കിട്ടിയാ മതി. എന്തായാലും ഒരുക്കങ്ങളൊക്കെ? ഇവിടെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. അവിടെയോ? ഇവിടെ എല്ലാരും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇവിടെ ആദ്യമായിട്ട് നടക്കണ കല്യാണല്ലേ വീട്ടില്, അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തില. ഇവിടെ ആദ്യമായിട്ട് നടക്കണല്ലേ, അപ്പൊ പിന്നെ ഭയങ്കര സന്തോഷത്തില എല്ലാരും. ഇവരുടെ കല്യാണം കഴിയുന്നത് മര്യാദക്ക് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചോ? ഒന്ന് സെറ്റിലായിട്ട് പോരെ. എന്റെ മോഡൽ കരിയർ എങ്കിലും ഒന്ന് എനിക്കൊന്ന് ശരിയാക്കണം. പിന്നെ കോളേജിൽ സപ്ലൈ ഒക്കെ എഴുതിയെടുക്കണം. എന്നിട്ട് പോരെ പെണ്ണ് ചോദിക്കലൊക്കെ. ഒരു എൻഗേജ്മെന്റ് ആയാലും നടത്തി വെക്കാൻ പള്ളി, എന്നിട്ട് സെറ്റിലായിട്ട് മതി. ഇവരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് വീട്ടിൽ പറയും. അപ്പൊ പിന്നെ ചേട്ടന്റെയും ചേച്ചിയുടെയും ചെറിയ സപ്പോർട്ടൊക്കെ കാണൂലോ. അത് ശരിയാ. പിന്നെന്താ? പിന്നെ
ഓഡിറ്റോറിയത്തിന്റെ പുറകിലെ മുറിയിൽ എത്തിക്കേട്ടാ. ആ അത് നന്നായി. നിങ്ങൾ വന്നോ? മോനോടെ ആ അവൻ കാറിലുണ്ട്. മുഹൂർത്താൻ വരും. വിഷുവാണ് എന്നൊക്കെ കണ്ടില്ലല്ലോ. ആ ഞാൻ അറിയില്ല. ഞാൻ പോയി വിഷുവിനെ കണ്ടിട്ട് വരാം. നമുക്ക് ഞാനും വരാം. ആ എന്നാ വാ. തനിക്ക് കണ്ണില്ലടോ? തനിക്ക് കണ്ണു തന്നെയല്ലേ ആയിരിക്കണേ? കണ്ണു മാത്രമൊന്നുമില്ലല്ലോ, നോക്കി നടക്കാൻ വയ്യേ. അത് ശരി, എന്നെ മുന്നിൽ ഇടിച്ച് തള്ളിയിട്ടിട്ട് താൻ ന്യായം പറയുന്നു. മാനത്ത് നോക്കി നടന്നിട്ട് താൻ എന്നെ പറ്റിയിട്ട് ന്യായം പറയണോ? ആരടി മാനത്ത് നോക്കി നടന്നത്? കള്ളം പറയുന്നുണ്ടി. കള്ളി താൻ എന്തെന്നെ വിളിച്ച? കള്ളി കള്ളീന്ന് ഇനിയും വിളിക്കും. കള്ളി കള്ളി കള്ളി. ഇവളിത് എന്തിന്റെ കുഞ്ഞാണോ എന്ന്. ഈ കുട്ടി ഇത് എവിടെ പോയി? ഇനി പുറത്തു വല്ലതും പോയോ? അറിയില്ല. നമുക്ക് ഇവിടേക്കൊന്ന് നോക്കാം. എടി ചേച്ചി എവിടെ? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവ കണ്ടില്ലേ? എല്ലായിടത്തും നോക്കിയോ? അവിടെ ഇല്ല. നീ പോയി അച്ഛനെ വിളിച്ചിട്ടോ? അച്ഛാ, മോളെ നീ എന്താ ഊർക്ക് എത്തിച്ച? ചേച്ചിയെ കാണുന്നില്ല. നീ എന്താ ഈ പറയണേ? എല്ലായിടത്തും നോക്കിയോ അവളെ? ഭഗവാനെ, ചതിച്ചോ? ഒന്ന് ക്ഷമിക്കാതെ. അവൾ എവിടെയെങ്കിലും കാണും. നമുക്ക് ഒന്നുകൂടെ നോക്കാം. രാധികേ, അവളെവിടെ? എന്തത്? എന്നെ ആരും അന്വേഷിക്കണ്ട. ഞാൻ പോകുന്നു. എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ. എന്റെ ഭഗവാനെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യും? ഈ വന്നിരിക്കുന്ന നാട്ടുകാരോട് നമ്മൾ എന്ത് പറയും? ഞങ്ങളോട് ക്ഷമിക്കണം. അവൻ ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അതെങ്ങനെ എന്റെ മോനോട് പറയും? അത് അവനൊരു ജീവിത സ്വപ്നം കണ്ട ആ കാറിൽ ഇരിക്കുന്നത്. ഞാൻ എന്റെ മോളെ കൊണ്ട് കെട്ടിക്കുന്നല്ല പറഞ്ഞേ. എനിക്ക് പെൺമക്കൾ രണ്ടാ, ഒന്നല്ല. ജോ ഈ കല്യാണത്തിൽ സമ്മതിക്കും. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? നീ ഈ കല്യാണത്തിൽ സമ്മതിക്കണം. ഞങ്ങളുടെ മാനം നീ കാക്കണം. അതെ മോളെ, ഇത് നടന്നില്ലേ? ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല. ഈ കല്യാണം ഇവിടെ നടന്നില്ലെങ്കിൽ പിന്നെ നീ ഞങ്ങളുടെ ജീവനോട് കാണില്ല. നീ മോനോട് കാര്യം പറ. മോന്റെ സമ്മതം കൂടി അറിയണ്ടേ? അവനോട് ഞാൻ പോയി സംസാരിക്കാം.
എന്താ ഇത്ര പെട്ടെന്ന്? സമയമായില്ലല്ലോ. മുഹൂർത്താവാൻ ഇനിയുണ്ടല്ലോ ടൈം. അതല്ലടാ, പിന്നെന്താ? അച്ഛൻ എന്താ പറഞ്ഞു വിടുക? ചേച്ചിയെ കെട്ടാൻ വന്ന ഞാൻ ഇനി അനിയത്തിയെ കെട്ടണോ? ആ കുട്ടിക്ക് സമ്മതാ മോനെ. നീ സമ്മതിച്ച എല്ലാവർക്കും അഭിമാനത്തോടെ ഇവിടുന്ന് പോവാം, അല്ലേ നാണം കിട്ടി ഇറങ്ങേണ്ടി വരും. ഓ, ഞാൻ സമ്മതിക്കാം. ഇവനിത് എവിടെ പോയി കിടക്കോ? എന്താ ഫോൺ എടുക്കാത്തെ? ചിത്തു പ്ലീസ് ഒന്ന് ഫോൺ എടുക്ക് പ്ലീസ്. മുഹൂർത്തായിരിക്കുമോ? വധുവിനെ വിളിച്ചുകൊണ്ട് വരിക.